പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീട്ടിൽ കറി വയ്ക്കാനൊക്കെ അമ്മ നോക്കും, എന്താ വെക്കണ്ടേ, എന്താ ഉണ്ടേന്നൊക്കെ നോക്കും. സാധാരണ അന്നത്തെ കാലത്തൊന്നും പച്ചക്കറിയൊന്നും അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പരിപാടി ഉണ്ടാവില്ല, വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഇന്ന് കറി വയ്ക്കാൻ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി നോക്കും. കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഒരു കപ്പങ്ങ കിടക്കുന്നുണ്ടാവും. എന്നാൽ ശരി, ആ കപ്പങ്ങ കുത്തിയെടുക്കാമെന്ന് കരുതി ആ കപ്പങ്ങ കുത്തിയെടുക്കും. പിന്നെ നോക്കുമ്പോൾ പാവയ്ക്കൊക്കെ ഇങ്ങനെ പന്തലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഒക്കെ തീർന്നു, കുറച്ചൊക്കെ തീർന്നായിരിക്കും. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കി ചിലപ്പോൾ ഒരു ചെറിയൊരു പാവയ്ക്ക കിട്ടിയെന്ന് വരും. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അമ്മ എന്നാൽ ശരി, ഇന്ന് ഈ പാവയ്ക്കയും ഈ കപ്പങ്ങയും കൂടി ചേർത്തിട്ട് ഒരു കറി എന്ന് പറയും. അപ്പോൾ പാവയ്ക്ക എന്ന് പറയുമ്പോൾ മുഖമൊക്കെ ചുളുങ്ങും കേട്ടോ, കാരണം അന്ന് ചെറുപ്പത്തിലൊന്നും ഞാൻ പാവയ്ക്ക തൊടില്ലായിരുന്നു. എന്നാലും അമ്മ അത് തന്നെ വെക്കും കേട്ടോ, വേണമെങ്കിൽ തിന്നോന്നുള്ള മട്ടാണ്. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾ പിള്ളേർ തിന്നില്ലെങ്കിൽ നമ്മളത് വെക്കില്ല. ആ പാവയ്ക്ക മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് കൊടുക്കില്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, ഉള്ളതങ്ങ് വെക്കുക. അപ്പോൾ ആ കപ്പങ്ങ മുറിച്ച് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ആ പച്ച മാറി ഒരു പഴുക്കാറായ ആ ഒരു ഇത് എത്തിയിട്ടുണ്ടാവും, ചെറിയൊരു മധുരമൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ അമ്മ പറയും, ഇത് ഈ മധുരം ചെറുതായിട്ടുണ്ടാവില്ല, അപ്പോൾ പാവയ്ക്കയുടെ കയ്പും ബാലൻസ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ഇന്ന് ഞാനും അതുപോലെ ഒരു കപ്പങ്ങ പറിച്ചു. ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ച പാവയ്ക്ക കേട്ടോ, വീട്ടിലുണ്ടായതല്ല. അപ്പോൾ ശരി, അത് രണ്ടും കൂടി ഇട്ട് കുറച്ച് സവാളയും, അതായത് ഒരു സവാളയും ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ പരിപ്പൊന്നും ചേർക്കാതെ ഒരു പിട്ല എന്നാട്ടോ അമ്മ അതിന് പേര് പറയുന്നത്, ഞങ്ങളുടെ പാവയ്ക്ക പിട്ല എന്നൊക്കെ പറയും. അപ്പോൾ പാവയ്ക്ക മുഴുവനും ഇല്ലെങ്കിൽ ഈ കപ്പങ്ങയും കൂടി ചേർത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വറുത്തരച്ച ഒരു നാളികേരോ പരിപ്പോ ഒന്നും ഇല്ലാത്ത ഒരു കറി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു ചെറിയ കപ്പങ്ങ ഇവിടെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ, അത് കളർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാവയ്ക്ക, ഒരു തക്കാളി, ഒരു സവാള ചേർത്തു, പിന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച്, പിന്നെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറടിച്ച് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു വിസിൽ മതിയാവും കേട്ടോ, കാരണം എല്ലാം ചെറിയ കഷ്ണങ്ങളിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണയിൽ ഒരു കഷ്ണം കായം, ഒരു 1/4 സ്പൂണോളം ഉലുവ, അര സ്പൂൺ കുരുമുളക്, പിന്നെ 1.5 സ്പൂണോളം ഉഴുന്ന്, പിന്നെ ഒരു 3 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ചുമക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് കളറൊക്കെ മാറി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ച് വയ്ക്കാം. അപ്പോഴേക്കും കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതേ ചീഞ്ചട്ടിയിൽ തന്നെ നല്ലെണ്ണ ചൂടായി, പിന്നെ കടുകും വറ്റൽമുളകും കൂടി വറുത്തു, പിന്നെ കുക്കറിലുണ്ടായിരുന്ന കഷ്ണങ്ങളും കൂടി ചേർക്കുകയാണ്. ഒരു കപ്പ് പുളിവെള്ളവും കൂടി ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം പുളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോഴേക്ക് ഞാൻ മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന വറുത്ത് വെച്ചത് പൊടിച്ചു കഴിഞ്ഞു, അതും കൂടി ചേർത്തു. പിന്നെ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിക്കുകയാണ്. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഉഴുന്നൊക്കെ ചേർത്തേക്കണ കാരണം നന്നായിട്ട് ഒന്ന് കുറുകി വരും. അത് അവരവരുടെ ഇഷ്ടം കേട്ടോ, എത്ര ഗ്രേവി വേണമെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഞാനൊരു 5-8 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഉപ്പും എല്ലാം കൂടി കഷ്ണത്തിൽ നന്നായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്നത്തെയും പോലെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം, പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ കറി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.